പേര് സ്വർണ്ണലത. എൻ്റെ ചാനലിൻ്റെ പേരാണ് ഗോൾഡൻ ക്രീപ്പർ. അപ്പം ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഒരു കുട്ടികളുടെ തന്നെയല്ലേ മെയിനായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പം നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എത്ര സമയം അവരെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവരെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, പാരൻസിനോട്. ഇപ്പോൾ കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും അറിയാവുന്ന അല്ല സ്കൂളിലെല്ലാം ഇപ്പോൾ അത് ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത്രത്തോളം കുട്ടികൾക്കത് ഇഷ്ടമാണെന്ന് കുട്ടികളത് തീരുമാനിക്കട്ടെ. പാരൻസിന് അത് എങ്ങനെയാണെന്ന് കാണുന്നത് പാരൻസ് അത് ഒന്ന് പറയണേ. പിന്നെ വന്നിട്ട് നമ്മളെപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ വന്നിട്ട് എപ്പോൾ സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ നല്ലോണം കെയർ എടുക്കും. അവർക്ക് വേണ്ടുന്ന എല്ലാം നമ്മൾ സെറ്റാക്കും. എന്നിട്ട് പിന്നെ നമ്മൾ സ്കൂളിലയക്കും. പണ്ട് നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് നമ്മളെങ്ങനെയാണ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്? ഒന്നുകിൽ ആരെങ്കിലും വീട്ടിൽ നിന്നിട്ട് കൊണ്ടുവിടും, അല്ലെങ്കിൽ സ്കൂൾ വണ്ടി ഉണ്ടായ കാലത്തിലൊന്നല്ല, എന്നാലും ദൂരമാണെങ്കിൽ സ്കൂൾ വണ്ടി ഉണ്ടായിട്ടുണ്ട്. അടുത്തുള്ള സ്കൂളിലെല്ലാം ആണെങ്കിൽ എല്ലാ കുട്ടികളും അവരെ സമയമാകുമ്പോൾ കൂട്ടുകാരൊപ്പരം ഓരോരോ വീട്ടിൽ നിന്ന് ഓരോരോ കുട്ടികളായിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ സ്കൂളിലേക്ക് അങ്ങനെ പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നെല്ലാം എന്ന് വെച്ചാൽ നടന്നിട്ട് പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പല സീൻസും പല കളികളും ഫ്രണ്ട്സിൻ്റെ ഒപ്പം എല്ലാം ചേർന്ന് കളിച്ചിട്ടാണ് നമ്മൾ സ്കൂളിലെത്താറ്. അപ്പോൾ അന്നത്തെ പോലത്തെ ഒരു ലൈഫ് സ്റ്റൈലല്ല നമ്മളിപ്പം പോകുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ വീട്ടിൽ നിന്നിട്ട് വേഗം എല്ലാം റെഡിയായി കുട്ടികളെല്ലാം റെഡി വീട്ടിൻ്റെ മുന്നിൽ നിന്ന് വാനിൽ കയറും. അതേപോലെ തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത് സ്കൂളിൽ നിന്ന് വാനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അടുക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത ഇപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു ഇതായിട്ടുള്ളത് ലൈഫ് സ്റ്റൈലാണ്. ഒന്നിനും അവർക്ക് കളിക്കാനുള്ള സമയം ഒന്നും ഇല്ല. അത് തന്നെ പറയാം. കളിക്കാൻ തീരെ സമയമില്ല. വന്നാൽ അപ്പാടെ അവർ മൊബൈലെടുത്തിരിക്കുകയോ അല്ലെങ്കിൽ TV കാണും. ഇങ്ങനെയെല്ലാം ഇരുന്നിട്ടില്ല കളികളല്ലാണ്ട് അവരൊന്നും വളരെ ചുരുക്കമാണ് പറയാൻ പറ്റും. ഇപ്പോൾ ചെറിയ ആൺകുട്ടികളെല്ലാം ആണെങ്കിൽ അവർ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്ത് പോയിട്ടൊന്ന് ഫുട്ബോൾ കളിക്കുക. ഇപ്പോൾ മഴക്കാലത്ത് പിന്നെ അതും ഇല്ല. അപ്പോൾ വേനൽക്കാലത്ത് പിന്നെ വെയിൽ കൊള്ളാൻ പാടില്ല എന്നും പറഞ്ഞില്ല അതും. അങ്ങനെയെല്ലാം ആയിട്ട് കുട്ടികളിപ്പോൾ കളിക്കുന്നത് വളരെ ചുരുക്കമാണ്. അവർ മൊബൈലിലും TV-യിലല്ലാണ്ട് വേറെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു കളിയും അങ്ങനെ കളിക്കുന്നില്ല. ഇപ്പോൾ ഷട്ടിൽ കളിക്കുന്ന ഓർഡർ അത് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതൊരു ഇതായിട്ട് ഗെയിമായിട്ട് അവർ ലൈഫ് ചേഞ്ചിങ് ഗെയിമായിട്ട് അവർ കൊണ്ടുനടന്നിട്ട് അങ്ങനെ ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി അങ്ങനെയെല്ലാം പോകുന്ന കുട്ടികൾ പോയി കോച്ചിൻ്റെ അണ്ടറായിട്ട് പ്രാക്ടീസ് എടുക്കുന്നതല്ലാണ്ട് വേറെ കുട്ടികളൊന്നും അത്ര ഫിസിക്കലി ഒന്നും ഫിറ്റല്ല. കാരണം ഫിസിക്കലി ഒന്നും ഫിറ്റല്ല എന്ന് പറയുന്നത് വെച്ചാൽ അവർ ഏത് സമയം ഈ മൊബൈലിൻ്റെ തന്നെ മൊബൈൽ TV ഇരുന്നിട്ടുള്ള ഈ ആക്ടിവിറ്റീസ് അല്ലാണ്ട് വീട്ടിൽ നിന്ന് പിന്നെ ചെറുങ്ങനെ നടക്കുന്നു, സ്കൂളിൽ പോകുമ്പോൾ നടക്കുന്നു, ബസ് ഇറങ്ങിയാൽ നടക്കുന്നു, വാൻ ഇറങ്ങിയാൽ നടക്കുന്നു, അത്രയല്ലാണ്ട് വേറെ ഒരു ആക്ടിവിറ്റി അവർ നടക്കുന്നില്ല. അപ്പം നമുക്കെന്ന് വെച്ചാൽ കുട്ടികൾക്കായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സൂംബ നടക്കുന്നത്. സൂംബേനെ പറ്റിയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മളെല്ലാം എന്ന് വെച്ചാൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും സംഭവിച്ചൊന്നും പോകുന്നില്ല. കാരണം നമ്മളിപ്പം ഡാൻസ് കളിക്കുന്നത് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു കല്യാണ പാർട്ടിക്ക് പോയാലും അവിടെ നിന്നൊരു പാട്ട് വെച്ചിട്ടാകുമ്പോൾ എത്ര കളിച്ച് സന്തോഷിക്കുന്നുണ്ട് എല്ലാവരും. അത് ചെറിയ കുട്ടികളെന്നല്ല, വലിയ കുട്ടികളും വലിയ ആൾക്കാരും എല്ലാം ഒരേ രീതിയിൽ ഒരു ചാൻസ് കിട്ടുമ്പോൾ അവർ പുറത്ത് കൊണ്ടുവരുന്നത് കളിക്കുന്നു. മനസ്സിനൊരു സന്തോഷമാണ്, മനസ്സിനും ശരീരത്തിനും ഒരു സന്തോഷമാണ്. അത് കളിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്ത കൂട്ടർക്ക് അത് മനസ്സിലാവും. അല്ലാതെ കൂട്ടർക്ക് അതൊരു പറഞ്ഞാൽ മനസ്സിലാവുമൊന്നുമില്ല. അതൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് നമ്മളെ ഗവൺമെൻറ് നമ്മളെ കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്നത്. കാരണം അവർ ഒന്ന് കളിച്ചിട്ട് സന്തോഷിച്ച് അപ്പോൾ അവർക്ക് അതിൽ കിട്ടുന്ന സന്തോഷം കൊണ്ട് അവർക്ക് പലതും നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നും ഇപ്പോൾ ഒരു സൂംബ ക്ലാസ്സിന് പോകുന്നു. സൂംബ ക്ലാസ്സിന് നമ്മളൊരു
പോകുന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഫീസും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. അപ്പം അതൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൻ്റെ ടൈമിൽ കുട്ടികൾക്ക് വേണ്ടി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നല്ല ഒത്തു നിന്നിട്ട് യൂണിറ്റി നിന്നിട്ട് വേണം അതിനൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയിട്ടല്ലേ. അപ്പം ഇത് ഒരു നല്ലതിന് വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും എല്ലാവരും കൂടിയിട്ട്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. കാരണം കുട്ടികൾ ഇത് കാത്തു നിൽക്കുന്നുണ്ടോ ഇങ്ങനത്തെ പരിപാടികൾ, എവിടെയാ ഒന്ന് പാട്ട് വെച്ചിട്ട് ഒന്ന് ഡാൻസ് കളിക്കുക, ഒന്ന് തുള്ളുക എന്ന് വെച്ചിട്ട്. കാരണം നമ്മൾ തന്നെ കാണുന്നില്ലേ, ചിലപ്പോൾ അവർ ഏതെങ്കിലും ഫങ്ഷനിലെല്ലാം പോയിട്ടാണ് സ്പീക്കറിൻ്റെ മുമ്പിൽ പാട്ട് വെച്ചിട്ട് വെക്കുമ്പോൾ അവർ തുള്ളുക. അന്നേരം എന്ന് വെച്ചാൽ കുട്ടികളും തുള്ളും, വലിയ ആൾക്കാരും അതിൽ അപ്പുറമായിരിക്കും. അതുകൊണ്ട് ഒരു സന്തോഷമാണ് കുട്ടികൾക്ക്. അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഓരോന്ന് വരുമ്പോൾ നമ്മളത് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇത് എത്രത്തോളം പ്രാക്ടിക്കലാകുമോ ഒന്നും അറിയുന്നില്ല, ഇതെങ്ങനെ ഉണ്ടാവും, ഇതിനെ എല്ലാം അതിൻ്റെ രീതിയിൽ എല്ലാവരും കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലത് തന്നെയാണ്. പ്രാക്ടിക്കലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾ നല്ല രീതിയിൽ അതിനെ എടുത്തിട്ടുണ്ടെങ്കിൽ, അത് നല്ല ഹാബിറ്റാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു നല്ല ഒരു തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതൊരു നല്ല കാര്യമാണെന്ന് വിചാരിച്ച് ചിന്തിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ലത് തന്നെയാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് നിങ്ങളുടെ ഇത് പറയുക, മീൻസ് എല്ലാ പാരൻസും ഇതെങ്ങനെ കാണുന്നത്, എല്ലാ കുട്ടികൾക്കും ഇതെങ്ങനെയാണെന്നൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സെല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ റൂൾസും റെഗുലേഷനും എല്ലാം നല്ലോണം ഇതാക്കിയിട്ട് വേണം എല്ലാ കുട്ടികളും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ചിന്തിക്കും, ഇത് ഇത്ര നല്ല സൂപ്പറായിട്ടുണ്ടായില്ലേ എന്ന്. മുന്നേ എന്താ കൊണ്ടുവരാഞ്ഞ് നമ്മൾ ചിന്തിക്കും. അപ്പം ഓരോരോ കാര്യം അങ്ങനെ തന്നെയാണ്. ആദ്യം നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്കത് നല്ലോണം നന്നായിട്ടുണ്ടായിരുന്നല്ലേ നമ്മൾ ചിന്തിക്കുക. അപ്പം ഇതും ഒരു സൂംബ പോലത്തെ ക്ലാസ്സസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ, ഗവൺമെൻറ് അത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുമ്പോൾ നമ്മളത് പരമാവധി നമ്മളത് യൂസ് ചെയ്യുക നല്ല രീതിയിൽ. കുട്ടികൾ എന്ന് വെച്ചാൽ എപ്പം നോക്കുമ്പോൾ എപ്പം എന്നല്ല അധികം ഇപ്പം എല്ലാം വെച്ചാൽ ഭക്ഷണ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം കുറേ ജാസ്തിയല്ലേ. അത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇതാണ്. ഭക്ഷണം എന്ന് വെച്ചാൽ ഇപ്പോൾ അധികം കുട്ടികൾ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡെല്ലാം നല്ലോണം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ സാധാരണ പണ്ടുള്ള പോലത്തെ ഭക്ഷണം അല്ലല്ലോ. പണ്ടെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂട്ടുന്നത് ചോറും പിന്നെ സാധാരണ കറിയും അതുമല്ലേ. ഇപ്പം ഒരു കുട്ടികൾക്കും ഒരു നേരം ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ സമയം രാത്രി ഭക്ഷണത്തിന് ചോറും പരിപ്പ് കൂട്ടാനെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും, എന്താ ഇത് രണ്ട് നേരവും ചോറ് കഴിക്കണം എന്ന് പറയും. അപ്പം ഇന്നെല്ലാം എന്ന് വെച്ചാൽ കുട്ടികൾ അധികം എന്ന് വെച്ചാൽ പുറമേ നിന്നുള്ള ഭക്ഷണം, ഈ ഫ്രൈഡ് റൈസും ബർഗറും പിസയും അങ്ങനത്തെ എല്ലാ ഭക്ഷണം ആയതുകൊണ്ട് അവർക്കൊരു ലൈഫിൽ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സുംബ എന്ന് പറയുന്ന ക്ലാസ് നല്ലത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കഴിക്കുന്ന ഭക്ഷണമെല്ലാം പ്രോപ്പർലി ഡൈജസ്റ്റ് ആയിട്ട് അത് പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ രാവിലെ വയറ്റിൽ നിന്ന് നല്ലോണം പോയിട്ടില്ലെങ്കിൽ അതെല്ലാം അടിഞ്ഞുകൂടി ഒരു ഫാറ്റ് അക്യുമുലേറ്റ് ആയിട്ട് അത് ചെറുപ്പമായിട്ടുണ്ടാകുമ്പോൾ ഒന്നും അത് എഫക്റ്റ് ആവില്ല. പിന്നെയാണ് അത് നമ്മളെ ലൈഫിൽ അതൊരു ഇതായിട്ട് വരിക, വിനയായിട്ട് വരിക. അപ്പോൾ എന്ന് വെച്ചാൽ അതെല്ലാം ചെറുപ്പത്തിൽ ഇപ്പോഴേ അതെല്ലാം നോക്കിയാലാണ് നമുക്ക് ഒന്നും എക്സസൈസൊന്നും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ ഇതൊന്നും പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങ് പോയിട്ടില്ലെങ്കിൽ വേസ്റ്റുകളെല്ലാം അപ്പോൾ അതെല്ലാം അക്യുമുലേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ടയേർഡ് ഫീൽ ഉണ്ടാകും.
കുട്ടികൾ ചിലപ്പോൾ നേരം വണ്ണം ഉറങ്ങൂല. അപ്പോൾ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം അത്ര വലിയ ക്ഷീണമായിരിക്കും. അതെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണമെങ്കിൽ എക്സസൈസ് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടിയിൽ പോകുന്നു, പിന്നെ തിരിച്ച് വാഹനത്തിൽ തന്നെയാണ് തിരിച്ച് വീട്ടിലെത്തുന്നു. പിന്നെ അവർ അങ്ങനെ വലിയ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ സൂംബ നല്ലത് തന്നെ. കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ അവർ മാറ്റും, ഒരു നല്ലോണം ആക്റ്റീവ് ആകും കുട്ടികൾ. അപ്പോൾ പരമാവധി നമുക്ക് കിട്ടുന്ന ചാൻസ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു ഇതന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നറിയാം. കാരണം എല്ലാ കുട്ടികൾക്കും ഡാൻസ് ചെയ്യാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് പോവാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.